സാറേ, ഓ എന്റെ സാറേ രക്ഷപ്പെട്ടു. ആ പിള്ളേരുടെ പിണക്കൊക്കെ അങ്ങ് തീർന്നു. അവരിപ്പോ നമ്മളെ പോലെയായി. അതെന്താ പെട്ടെന്ന് വണ്ണം വെച്ചങ്ങ് തീർത്തോ? ഓ അതല്ല, അവര് ലൈനായി, കരളുമായി. അവര് കെട്ടിപ്പിടിച്ച് സ്ലോ മോഷനിൽ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു. അയ്യോ, വല്ല വയറ്റുവേദന വന്നിട്ട് പോയതായിരിക്കും. എന്റെ കർത്താവേ, അതിന് നീ ഉണ്ടാക്കിയൊന്നും അവർ കഴിച്ചില്ല. എന്താ? എന്റെ വ്യാകുല മാതാവേ, എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്തൊരു സാധനം. അവരുടെ ഇങ്ങനെ ക്ലോസ് ആയെന്ന് മനസ്സിലായ? എന്റെ കർത്താവേ, സമയവും കാലവും നോക്കാതെ സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ ഈ കുഞ്ഞാടിനോട് ക്ഷമിക്കണമേ. ആമേൻ. കർത്താവിന് സ്തോത്രം സ്തോത്രം. ഇതേ ഈ കർത്താവിന്റെ സൂത്രമല്ലേ സാറേ? കേക്കണ്ട കേട്ടോ. കർണാടക, ഞാൻ ആ കുട്ടികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പാവങ്ങളാ, എത്ര നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടികളാവരെ. ഈ പറയുന്നതല്ലാതെ നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. ശരിയാ, നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്ത് വേണമെന്ന് വാസുവേട്ടൻ തീരുമാനിച്ചാ മതി അല്ലേ? എന്തായാലും എനിക്ക് സമ്മതം. ഒരു സംഘം സയന്റിസ്റ്റുകൾ ഇവിടെ താമസിക്കാൻ വരുന്നു. ഇവിടെയുള്ള അപൂർവ സസ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ 6 മാസം അവർ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാവും. ഫുഡ് ആൻഡ് റെന്റിന്റെ പകുതി അഡ്വാൻസ് കിട്ടി. താനിത് കണ്ടോ? താൻ എന്താണ് കുന്തം മെഴുകിൽ നിൽക്കുന്നേ? കുഞ്ഞ് അവിടെ ഔട്ട് ഹൗസിൽ എന്താ പാമ്പ് കയറി? നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ഒരു റൂം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. കിട്ടുവോ? ഇല്ല, നിങ്ങൾക്ക് ഇവിടെ റൂമില്ല. ഇവിടെ എന്നല്ല, ഞങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾക്ക് ഇടവില്ല. ഇറങ്ങി പോയിക്കോ. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ തെറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ അത്ര ക്രൂരമായി പെരുമാറുന്ന ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. ഒരു ദിവസമെങ്കിലും അന്വേഷിച്ചായിരുന്നോ വിശന്ന് വൈകുന്നേരം എത്ര ദിവസം അലിഞ്ഞെന്നറിയാമോ? വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞപ്പോൾ സങ്കടം കടിച്ചമർത്തുകയായിരുന്നു. കാലത്തിന് പ്രാർത്ഥിച്ചിട്ടും രാത്രി വാപ്പാനും മനസ്സൊക്കെ കണ്ട് എന്തുമാത്രം കതിനെന്നറിയാമോ? ഇപ്പൊ ഞങ്ങൾ സ്വന്തമായി ജീവിക്കാൻ ഒരു വഴി കണ്ടെത്തി. ആരുടെയും സമ്പാദ്യം ഞങ്ങൾക്ക് വേണ്ട. ഇറങ്ങി പോവാം. ഇപ്പോൾ നീ പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, ഞങ്ങൾ സ്വന്തമായി ജീവിക്കാൻ ഒരു വഴി കണ്ടെത്തിയെന്ന്, അത് കേൾക്കാൻ, നിങ്ങളുടെ വായിന്നത് കേൾക്കാനാണടാ ഞങ്ങൾ ഈ കടും കൈ ചെയ്തത്. അന്ന് ഞങ്ങൾ മാപ്പത് നിങ്ങളെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ നിങ്ങൾ ഈ വഴി കണ്ടെത്തുമായിരുന്നോ? ഇല്ല, നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അച്ഛൻ അതിൽ പിന്നെ ശരിക്കും ഉറങ്ങിയിട്ടില്ല. രുചിയോടെ ഒരു നേരം ആഹാരം കഴിച്ചിട്ടില്ല. പരീക്ഷണത്തിന് ഇറങ്ങിയിട്ട് പിന്മാറിയാൽ അതൊരു വിശ്വാസവഞ്ചനയാകുമല്ലോ എന്നോർത്ത് മനസ്സ് നൊന്നിട്ടും സഹിക്കുകയായിരുന്നു. കരഞ്ഞു തളർന്ന് നിന്റെ അമ്മയോട് ഞാൻ ഒരുപാട് കള്ളം പറഞ്ഞു. വിശന്ന് പറയുന്ന നിന്നെ മനസ്സിലോർത്ത് അവള് കാണാതെ പപ്പ ഒത്തിരി കരഞ്ഞു മോനെ. ബാപ്പ 3 തവണ നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ ഭാർഗവനെ പേടിച്ചാ തിരിച്ചിങ്ങ് പോകുന്നത്. അതെ, ഞാനാണ് ഈ വിധി കർശനമായി നടപ്പിലാക്കിയ ജഡ്ജി. വിദേശത്ത് കഴിയുന്ന ഇന്ദ്രനെയും കരഞ്ഞ് അവശരായ അമ്മമാരെയും പിടിച്ചു നിർത്തിയത് ഞാനാണ്. നിങ്ങളെ നന്നാക്കിയെടുക്കാമെന്ന് എന്റെ ശബ്ദത്തിൽ അവർ വിശ്വസിച്ചു. ആ വിശ്വാസം രക്ഷിക്കേണ്ടത് എന്റെ കടമയായിരുന്നു. മക്കളെ, ഈ പ്രായത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ പാഠവും നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായി. ഞങ്ങളും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ മാർഗവത്വം ക്രൂരമായെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ടെന്താ, നിങ്ങൾക്കൊരു സ്ഥാപനമായില്ലേ, കഴിഞ്ഞ കാശായില്ലേ? എന്നാലും ആ വർക്കിയാശാൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ഒന്ന് ജീവനോടെ കാണില്ലായിരുന്നു. ആര്? വർക്കിയാശാൻ. വർക്കിയാശാൻ? ഏയ് ചെങ്ങാതിമാരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതെല്ലാം ഇവർ പറഞ്ഞിട്ടാ. ഈ ഔട്ട് ഹൗസും ബംഗ്ലാവും എല്ലാം ഇവരുടേതാ. നിങ്ങൾക്ക് തന്ന പണം പോലും ഇവരുടേതാ. ഒരു ക്രിമിനൽ ആയിരുന്ന ഈ കാലം വർക്കി നിങ്ങൾ വർക്കിയാശാനാക്കി മാറ്റിയത് ഈ നല്ല മനുഷ്യരാ. ഇവരോട് എനിക്ക് കടപ്പാടുണ്ട്. അന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് കേസെടുക്കാതെ വിട്ടത് ഈ ഭാർഗവൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഞാൻ വാച്ച് ചെയ്യായിരുന്നു. അച്ഛാ, ക്ഷമിക്കണം. എന്താ മക്കളെ ഇത്? ക്ഷമിക്കച്ച. ഏതായാലും അപ്പന്മാരും മക്കളൊക്കെ ഒന്നായ സ്ഥിതിക്ക് അകത്തുള്ളവരുടെ കാര്യം ഇവിടെ ഒന്ന് പരിഗണിക്കണം. ഗോപിക വന്നേ. ഓ, ഒരു നാണം. ഇന്നെന്താ പ്രത്യേകിച്ചൊരു നാണം?
ആ നല്ലൊരു മുഹൂർത്തം നോക്കി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കല്യാണം നിശ്ചയിക്കാൻ. അല്ല നമ്മളങ്ങോട്ട് ചെല്ലാം. ഞങ്ങളെല്ലാം അറിഞ്ഞു, സന്തോഷമായി. നിങ്ങൾ തെറ്റായ വഴിയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. സ്വന്തം വീടിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയല്ലേ നിങ്ങളിതെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീടും സ്ഥലവും നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പാസ്ബുക്ക്. അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വീതമുണ്ട്. എവിടെയാണ് ഗൗരിയും ബിന്ദുവും? അവരിങ്ങോട്ട് വരാൻ മടിച്ച് ചമ്മി നിൽക്കുക. ഓ, നിങ്ങൾ സൂത്രശാലികളാണല്ലോ. ഞങ്ങളുടെ അടുത്ത് നിന്ന് മിണ്ടാതിറങ്ങി പോന്നതും ആ പാവം പിള്ളേരെ പറ്റിച്ച് വെട്ടി വിഴുങ്ങിയിട്ട് അവർക്ക് ഉറക്കഗുളിക കൊടുത്തതും പിന്നെ മതിലിയാടി പോയതും എല്ലാം നിങ്ങളുടെ ബുദ്ധിയല്ലേ അല്ലേ? പാസ്ബുക്ക് താങ്ക് യു. താനിവിടെ ഉണ്ടായിരുന്നോ? ആ എന്തേ ഞങ്ങളെ അല്പം കുടുംബകാര്യം സംസാരിക്കായിരുന്നു. ഇപ്പൊ എല്ലാം ഒരു കുടുംബമായില്ലേ?